എല്ലാവർക്കും എഴുന്നേൽക്കാം. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിലൂടെയുള്ള പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്ത്യകീർത്തനങ്ങളിൽ 31-ാമത്തെ പാട്ട് പ്രാരംഭഗാനമായി പാടാം. ക്രിസ്ത്യകീർത്തനങ്ങളിൽ 31. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം 60-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 60-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ പുതിയ ശോഭയിലേക്കും വരും. നീ തലമുക്കി ചുറ്റും നോക്കുക, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രന്മാരെ ഭാഷയ്ക്കെങ്കിൽ ഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ ഹൃദയം പിഴച്ചു വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിഥ്യാനിയെയും ഏഫിനെയും ചുറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും പൊന്നും കുന്തിരിപ്പവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കേദാരിന്റെ ആടുകളൊക്കെ നിന്റെ അടുക്കൽ ഒന്നിച്ചു. നവായത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അവ പ്രസാദമുള്ള യാഗമായി എന്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെട്ടു. ഇങ്ങനെ 1-ാം പാഠാവസാനം. അവൻ പുറപ്പെട്ടു നിന്നപ്പോൾ
വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് തന്നോട് കൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവർ വായിച്ച ഭാഗമാവിത്: അറുക്കുവാൻ ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിക്കുന്നവന് മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി കൊടുക്കാതിരിക്കുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവന്റെ തലമുറയെ ആദരിക്കും. ഭൂമിയിൽ അവന്റെ ജീവനെ എടുത്തുകളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തരെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനം എടുക്കുന്നത് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ ചേർന്നുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. ക്രിസ്ത്യാനികൾ 240 ഞങ്ങളെയും
നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും മണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടെ വിശുദ്ധിയോടെ കൂടെ ആചരിക്കാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. God
നിന്റെ വിശുദ്ധ എവങ്കേലിയോന്റെ സാരാംശം നിന്റെ ദിവ്യജ്ഞാനികളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരികിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഓശോ Our
അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും പാപദാസ്യത്തിൽ നിന്നും നമ്മെ വീണ്ടുകൊള്ളുകയും തന്റെ വിലയേറിയ രക്തത്താൽ പുത്രാധികാരത്തിന് നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാന ആചാര്യനുമായിരിക്കുന്ന മശികാതമ്പരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തെ നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളോർക്കാതെ വണ്ണം വായിച്ച് ഇല്ലാതാക്കുന്നവരുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം വരുന്നവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ളതിൻ്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹാർന്നത്താൽ മായിച്ച് നല്ലവനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ നന്മയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആത്മിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. ഭവനത്തിന്റെ നാഥനായ ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മസിഹായ ഞങ്ങൾക്ക് പാപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ശ്രമം ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്ത്യപൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ.
നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ഓശോ ബഹുല സുബ്ഹാനല്ലഹി. തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയുടേനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവികാരങ്ങളെ ശുശ്രൂഷിക്കെന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശ്രേഷ്ഠത്തെ സ്തുതിക്കുന്ന ക്രോവേന്മാരോടും നിനക്ക് കാതീശ് പാടുന്ന ശ്രാവന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അത്മയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സുവാസനത്തിന് മുൻപാകെയും ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, സ്തുതിക്കാരുടെ മുൻപാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവകയിലെ ആടുകളിന്മേൽ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാരുടെ കടച്ചിട്ടിനെ നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന കൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായിച്ച് കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്രകാഴ്ചകളോടുകൂടെ നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളെ കുർബാനകളിൽ പ്രസാദിച്ചവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ ന്യായത്തിൽ നിന്ന് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യുമാറണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റും. ഓശോ ബഹുല സുബ്ഹാനല്ലഹി. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സകല മുഖാന്തരമായവൻ
ഇരിക്കും. ജന്മദിന സ്തോത്ര വരാവുന്ന വിവാഹവാസിക സ്തോത്ര വിവാഹവാസിയം ആഘോഷിക്കുന്നവരുടെ സ്തോത്രപ്രാർത്ഥനയായിട്ട് കഴിയുന്നേയും സുഹൃത്തിയോടെ പരിപാലിക്കുന്ന കഴിയുന്ന കൃപാവരെ വന്നിരിക്കുന്നു. അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനെ എന്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ വിളിക്കുന്നു. ദൈവമേ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ നിൽക്കുന്നു. ഇങ്ങനെ ഒരു ആയുസ് ഞങ്ങൾക്ക് തന്ന, ഇങ്ങനെ ഒരു ഭാഗ്യത്തെ ഞങ്ങൾക്ക് തന്ന പുനതമ്പുരാനെ ഞങ്ങൾക്ക് സ്തോത്രം. തങ്ങളുടെ ജന്മദിനത്തെ ഓർത്ത് നന്ദി പറഞ്ഞ ആയുസിന്റെ നിമിഷങ്ങളിലേക്ക് കടന്ന് പ്രാർത്ഥിക്കുവാനായി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും നിലനിർത്തി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ആയുസിന്റെ ഇതുവരെയുള്ള നിമിഷമില്ല. ഒന്ന് തമ്പുരാൻ അത്ഭുതകരമായ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ചു കർത്താവിന്റെ മുമ്പാകെ അവർ നന്ദിയെ പ്രവേശിക്കുന്നു. കുടുംബജീവിതത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ എന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിൽ നാഥനായി ഒന്ന് തമ്പുരാൻ അവരോടുകൂടെ ഇന്നും ഉണ്ടായിരുന്നവർക്ക് ആപത്തുകളിൽ നിന്ന് വിടുവിച്ച് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് ഒന്ന് തമ്പുരാൻ സ്നേഹത്തോടെ കൈപിടിച്ച് അവരിൽ ഒരാളായി ഇന്ന് കൂടെയുണ്ടായിരുന്നു എന്നുള്ളത് എത്രയോ സത്യമാണ്. ഈ പ്രിയപ്പെട്ട മക്കൾ ഇതിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും പുതിയ നിമിഷങ്ങളെ തങ്ങളുടെ കരുത്തിലേക്ക് ഏൽപ്പിക്കുക. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ കുടുംബത്തിൽ നാഥൻ ഞങ്ങൾ യഹോവയാണ്. അതുകൊണ്ട് ജന്മദിനത്തെ ഓർക്കുന്ന, വിവാഹവാർഷികത്തെ ഓർക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും എന്റെ കരുത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദേവാലയത്തിലേക്ക് വരാതിരിക്കുന്നതായ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അതാ ജനങ്ങളിൽ അവരെ പ്രാർത്ഥിക്കുക. പൊന്നുപോലെ അവരെയും പരിപാലിക്കുന്നു. തമ്പുരാൻ അവരെ കൊണ്ടു ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും വീട്ടിലേക്കുക. പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ മക്കളെ പരിശുദ്ധ തോമസിനെ സാക്ഷ്യപ്പെടുത്തി തിരുശരീര സാന്നിധ്യമായി അയയുടെ മുൻപാകെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന തിരുശരീര രക്തങ്ങളെ സാക്ഷി നിർത്തി അതിന്റെ മുൻപാകെ ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പറയുന്നു. പുതിയ ഋഷികളുടെ എല്ലാവരും അനുഗ്രഹത്തിന്റെ വർഷമാണ്. സമൃദ്ധിയോടെ കൺവെൻഷൻ ഗീതങ്ങളിൽ 96-ാമത്തെ വർഷമായി
പുതിയൊരു വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ നിന്നതല്ല നിർത്തിയതാണ് എന്ന്, നേടിയതല്ല എല്ലാം ദാനമായി ലഭിച്ചതാണ് എന്നുള്ളത് വീണ്ടും അടിയങ്ങൾ സാക്ഷ്യമായി പറയുന്നു. അടിയങ്ങളെയും അടിയങ്ങൾക്കുള്ളതിനെയും പരിപൂർണമായി സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി നിന്റെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്രത്തിൻ്റെ കാഴ്ചകളെ യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുമാറാകണമേ. ആമേൻ. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ ദോഷങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് നികത്തുന്ന വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു അനേകർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ, നിൻ്റെ ദയയാൽ നിൻ്റെ കരുണയാൽ ഒരു ദിവസം കൂടെ ഈ ദേവാലയത്തിൽ വന്ന് നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് നൽകുന്ന വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമെങ്കിലോ എന്ന് കരുതി കർത്താവേ, ഞങ്ങളെ ഇവിടെ വെച്ചേക്കുന്ന നിൻ്റെ വലിയ ദയയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവേ, ഞങ്ങളെ തന്ന എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടവകയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം നീ ഞങ്ങളെ വഴി നടത്തിയല്ലോ. പുതിയ വർഷത്തിൽ പുതിയ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ നടത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജാക്സൺ അച്ഛനെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇടവക ശക്തി പ്രാപിച്ച കർത്താവേ, നിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ, ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മേയിച്ച് നടത്തുന്നതായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഭദ്രാസന കൺവെൻഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങൾ കർത്താവേ, നിൻ്റെ വചനം കേൾക്കുവാനും നിന്നിലേക്ക് അടുക്കുവാനും ഈ കൺവെൻഷൻ മൂലം സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ അറിയുവാൻ കർത്താവെ, ഈ ഇങ്ങനെയുള്ള കൺവെൻഷനിലൂടെയൊക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശേഷാല ഞങ്ങൾ കേട്ട വചനത്തിനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സകല ജാതികൾക്കും രക്ഷകനായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും നീ സഹായിക്കണമേ, ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യ അന്വേഷണത്തിൻ്റെ പ്രതിനിധികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തെറ്റുകളോ കുറ്റങ്ങൾ കുറവുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവയൊക്കെ ഞങ്ങളോട് ക്ഷമിച്ചു തരുന്ന ദൈവം നീ ആകയാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഓരോ ദിവസവും ഓരോ നിമിഷവും നിന്നെ ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ലക്ഷ്യം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ, മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സംസർഗത്തിലേക്ക് കർത്താവെ ഞങ്ങൾ ഒരുങ്ങുന്നു. കർത്താവെ, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ നീ നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം യേശുനാഥൻ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് കുമ്പസാര പ്രാർത്ഥനയ്ക്ക് അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. യേശു നമ്മെ വിളിക്കുന്നു.
മൗനമായി ഒരു നിമിഷം അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള സകല കുറവുകളും അവൻ്റെ മുൻപാകെ ഏറ്റുപറയാം. വലത്തുകരത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. മിടിക്കുന്ന ഹൃദയത്തെ തൊട്ട് ദൈവം മുൻപാകെ പ്രാർത്ഥന ചൊല്ലാം. ദൈവമേ, സകല കുറവുകളെയും ക്ഷമിക്കണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ആ ചുങ്കക്കാരനെ പോലെ, ആ പാപിയായ സ്ത്രീയെ പോലെ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എൻ്റെ കടങ്ങൾ പുറത്ത് എന്നെയും നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ. സ്വന്തം നീനക്കിനി ഞാനേശുദേവാ, സ്വന്തം യേശുദേവാ, പാപബന്ധം നീക്കണ്ണിൽ നിന്ന് പ്രിയനാഥ, പാപബന്ധം നീക്കണ്ണിൽ നിന്ന്. ഈ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയുടെ പിന്നാലെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ ശുദ്ധകന്യമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശീഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു വന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും അപാപിയായ സ്ത്രീയെയും കുരിശിൽ വച്ച കണനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും രക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുഭവിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പൊതുജീവനം നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എൻ്റെ സഹോദരങ്ങളും പ്രിയമുള്ളവരുമേ, ഈ ശുശ്രൂഷ കൊള്ളപ്പെടുവാനായി എന്നോട് കൂടെ നിങ്ങളും പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം കരയുവാനായിട്ട് തന്നെ ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുമതല കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനത്തിന് ശേഷം കർണയുടെ കർത്താവിന്മാരെ നമ്മുടെ തലകളെ നാം അടക്കണം. നിന്റെ നിന്റെ വിശുദ്ധാറുകളെ വിഷ്ണു ചെയ്യുവാൻ ഞങ്ങളെ നിയോഗനോട് വരാക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശുദ്ധിയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും ദൈവത്തോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയെ സൂക്ഷിക്കണം. സകലത്തിനും ഇടയനായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാരൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ിൽ ഈ സമയത്ത് നമ്മളെല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പരിശുദ്ധാരൂഹായുമായ സത്യദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സന്നിധിയിൽ നിന്നും ഇടപെടാതെ മഹത്വപ്പെടുത്തുന്ന പതിനായിരങ്ങളോടും കൂടെ സൈനികളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുപാടി സന്നിധാനം ഞങ്ങളെ നിയോഗിക്കുന്നവരാക്കണമേ. പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാനൊരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധാമികളിൽ അപ്പം താനെടുത്തു. സ്തോത്രം ചെയ്ത് വാങ്ങി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധാശ്രയന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിപ്പി. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്തു. അപ്രകാരം തന്നെ വീട്ടിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തതായ കാസായെയും അവനെടുത്തു. സ്തോത്രം ചെയ്ത ശുദ്ധീകരിച്ചതെന്ന് വിശുദ്ധാസികന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ കൊടുപ്പി. ഇതനേർക്ക് വേണ്ടി പാപമോചനത്തിനായി ചെറിയുന്ന പുതിയ ദൈവത്തിനുള്ള എന്റെ രക്തം എന്ന
എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇത് നിമിത്തമായി നിങ്ങളുടെ സഭയിൽ നിന്നോട് നീ മുഖാന്തരത്തിന്റെ പിതാവിനോട് സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോദാവത്തോടെ പ്രാർത്ഥിച്ചു ചെല്ലുന്നു. ലാഭോ കർത്താവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കൃപ ചെയ്ത് ദൈവോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ ശരീരമായിരിക്ക പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ രക്തമായിരിക്ക പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. സംബന്ധിക്കുന്ന എല്ലാവർക്കും ഗുണങ്ങളുടെ പരിഹാരത്തിന്റെ അവകാശം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പുത്രന് നിന്റെ പരിശുദ്ധരുമായി സ്തുതി സ്തോത്രം നിറയ്ക്കുവാനായിട്ട് തന്നെ ഞങ്ങളുമായി സംസർഗത്തിലുള്ള ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ സഭകളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യോവാക്കിം മാർ കൂറിലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫെലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പന്മാരെയും കശീഷന്മാർ ശംശാന്മാർ എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ കൊടുത്ത് അവരെ നിന്റെ തൊഴിൽ മഴ കൂടാതെ വരെ ഇന്നവരാക്കി തീർക്കണമേ. പ്രത്യേകമായ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്കും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനമാകുന്ന നന്മജീവിതത്തിലുള്ള വിശ്വാസ മനസ്സും സാധാരണ ബുദ്ധിയും ദൈവാശ്രയം കൊടുത്ത് പിന്നെ നോട്ട് ബന്ധീകരണം നടത്തണമേ. ഭൂമിയിലുള്ള സകലവംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവരും നമ്പരാരെ പ്രസവിച്ചുള്ളതുമായ വിശുദ്ധ കന്യകമറിയമിനെയും ശുദ്ധിമാന്മാരായ യുവന്മാരെയും സ്ത്രീഹന്മാരെയും അറിയിപ്പുകാരെയും ദൈവകീർത്തന്മാരെയും സഹോദരന്മാരെയും ബോധ്യന്മാരെയും
സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നണി നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെ ഞാൻ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യാവകാശങ്ങളിൽ നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് സ്തുതിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്പെടുത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ജീവനും വിശുദ്ധിയുള്ള സ്തുതിക്കുകയും ചെയ്യണം. പ്രാർത്ഥനകൾക്ക് അല്പസമയം വിനിയോഗിക്കാം. ഒരു പുതിയ വർഷവും അതിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച. കർത്താവിൻ്റെ കരുണ എത്രയോ വലുത്. 2019 എത്രയോ അതിശയകരമായിട്ട് അവൻ നമ്മെ കാത്ത് പരിപാലിച്ചു. പുതിയൊരു വർഷത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ പ്രതീക്ഷകളും ആശങ്കകളും ഒരുപോലെ നമ്മോട് കൂടെയുണ്ട്. ചിലതൊക്കെ ഓർക്കുമ്പോൾ എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്നുള്ള പേടിയുണ്ട്. കർത്താവിനോട് എല്ലാം തുറന്നു പറയുവാനുള്ള സമയമാണ്. നമ്മുടെ ദേശത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഥമ മെത്രാപ്പൊലീത്ത തിരുമേനി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ വിശ്രമത്തിലായിരിക്കുന്ന വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ തിരുമേനിമാരെയും പട്ടക്കാരെയും വേറാക്കാരെയും ആശ്രമക്കാരെയും സുവിശേഷകരെയും എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറിയ ഇടവകയെ ഏൽപ്പിക്കാം. ഇടവകയിലെ എല്ലാ ഭവനങ്ങളെയും ഏൽപ്പിക്കാം. രോഗികളായിരിക്കുന്നവർ, മറ്റ് പ്രയാസങ്ങളിലായിരിക്കുന്നവർ കുറേ ഏറെ പേരുണ്ട്. പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള കുറേ പേരുണ്ട്. അങ്ങനെയുള്ളവരെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ദേവാലയത്തിലേക്ക് വന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ള ഈ ദേവാലയത്തിന് വെളിയിലുള്ളവരുമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരുടെ മുൻപാകെ ഏൽപ്പിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വചനം സംസാരിച്ച പ്രിയപ്പെട്ട പങ്കെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരോട് തുറന്നു പറയാനുള്ള സമയമാണ്. രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ആവലാതികളുണ്ട്, പേടികളുണ്ട്, പ്രിയപ്പെട്ടവരുടെ രോഗത്തെ പറ്റിയുള്ള ആശങ്കകളുണ്ട്. എല്ലാം നമുക്ക് അവൻ്റെ മുൻപാകെ തുറന്നു പറയാം. കർത്താവിനോട് പറയാനുള്ള എല്ലാ പ്രാർത്ഥനകളും അവൻ്റെ മുൻപാകെ നമുക്ക് പറയാം. കണ്ണുനീരോടുകൂടെ വിഷമങ്ങൾ തുറന്നു പറയാനുള്ള സമയമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ നമ്മെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു പൊന്നുതമ്പുരാൻ നമുക്കുണ്ട്. നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരുവൻ നമുക്കുണ്ട്. പൊട്ടിക്കരയുമ്പോൾ കൂടെ ഇരുന്ന് നമ്മുടെ കണ്ണുനീര് തുടച്ചു തരുന്ന, വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട്. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നാളും നിന്നെ കൈവിടില്ല, നിന്നെ ഉപേക്ഷിക്കില്ല. എല്ലാ കാര്യങ്ങളും അവൻ്റെ മുൻപാകെ ഏറ്റുപറയണം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ കനിയുക ഞങ്ങളിലെന്നും നീ പരിശുദ്ധാത്മാവേ, പാപത്താൽ മൃതരായവരെ രക്ഷിക്ക വേഗം, ശാപമേറ്റവരം അലറിക്കരവാനും കോപമക്കളങ്ങം ഉണർന്നു തിരിയുവാനും ജീവജലം കൊണ്ടവരെ നീ പോറ്റും കഴുകേണമേ. ജീവവഴിയിൽ നീ നടത്തി യേശുവിൻ സാക്ഷികളായി. ഹല്ലേലൂയ. ദയയാൽ കനിയണമേ. മറയ്ക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭവായതും ആദ്യന്തമില്ലാത്തതും മധ്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും എടുപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പുത്രനും പരിശുദ്ധാരോഹായിക്കും സ്തുതി. ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ കവിതാവ് നമ്മോട് കൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടാകുന്നതുമായ സർവ്വത്തെ പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
നിന്നിടണമേ നിൻ കരുണയുടെ ബഹുത്വത്താൽ. ദൈവമേ സർവേശാ, ആശീസേകണമേ. അനുഗ്രഹിച്ചിടണമേ. പരിശുദ്ധാത്മാവേ, ജീവദായകനേ, നീ എന്നും എന്നേക്കും ദൈവകുഞ്ഞാടേ, ദാവീദ് സോനോവേ, സഹോദരങ്ങളും പ്രിയമുള്ളവരുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്ത പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപമോചനത്തിനുമായി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ ആകത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവുന്നല്ലാത്തതിന്റെ വലത്ത് നീതി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങൾ കർത്താവ് ദൈവം എന്നേക്കും തിരുസന്നിധിയിലുള്ള പ്രസാദത്തിനുമായി കൽക്കുത്താൽ വെച്ച് മറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവുന്നല്ലാത്ത തിരിച്ചറിയങ്ങളെ കൈക്കൊള്ളുന്ന
നിന്റെ ഈ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരുടെ മേലും അവയെ കൈക്കൊള്ളുന്നവരുടെ മേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ശരീരം ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തർക്കായിട്ട് നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയോടെ സ്തോത്രത്തോടെ കൈക്കൊള്ളുക. ആമീൻ. ചിന്തപ്പെട്ടതായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ തിരുരക്തം ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തർക്കായിട്ട് നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയുണ്ട്. സ്തോത്രത്തോടെ കൈക്കൊള്ളുക. ആമീൻ. നമുക്ക് സ്തോത്രം ചെയ്യാം. ശുഭഹോ ലഘുമോ ശുഭഹോ ലഘുമോ ശുഭഹോ ലഘുമോ ശുഭഹോ ലഘുമോ പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ നൃത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റുഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാരമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
നിൻ ഭുജത്താൽ നീ കാത്തിടണമേ. പട്ടക്കാരെയും ശംശാനരെയും അലങ്കരിക്കണമേ. കാരോയരെയും ഗായകരെയും സഹോദരങ്ങളും പ്രിയമുള്ളവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വോട് അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും നമ്മുടെ കർത്താവിന്റെ നല്ല സ്നേഹിയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടവരും ആയുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ അടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിക്കാനായി നിങ്ങൾ സന്തോഷിച്ചാർന്നിച്ചുകൊണ്ട് സമാധാനത്താലെ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ.